ഇന്ന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ലിനൻ ഫാബ്രിക്കിലുള്ള കളക്ഷൻസാണ് വരുന്നത്. ഡിഫറെന്റ് പാറ്റേണിലാണ് സാരീസ് വരുന്നത്. എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത് ലിനൻ തന്നെയായിരിക്കും. ഞാൻ ജിബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. നല്ലൊരു കളർ പാലറ്റിലാണ് സാരി വരുന്നത്. ഒരു ഐവറിയാണ് സാരിയുടെ ബേസ് വരുന്നത്. ഐവറി വിത്ത് മെറൂൺ ആയിരിക്കും കോമ്പിനേഷൻ വരുന്നത്. ഇത് വരുന്ന നല്ലൊരു ഗ്രീൻ ആണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ആപ്പിൾ ഗ്രീന്റെയും ഒലിവ് ഗ്രീന്റെയും എല്ലാം ഒരു ലൈറ്റർ വേർഷനിലാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. ഇതിലും ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയും ചെയിൻ സ്റ്റിച്ച് പാറ്റേണിൽ തന്നെയായിരിക്കും വരിക. ഈ ഒരു സ്റ്റൈലായിരിക്കും. മുകൾ ഭാഗത്ത് ആ റിബൺ ബോർഡർ വന്നിട്ട് ആ ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലാണ് ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ലിനൻ തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഒരു കോപ്പറിഷ് ബ്രൗൺ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫുൾ ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. അടുത്ത കളർ വരുന്നത് നല്ലൊരു പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഒരു ബേബി പിങ്കിന്റെ തന്നെ ഒരു ലൈറ്റ് വേർഷൻ ആണ് സാരി വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ കേട്ടോ. സോഫ്റ്റ് ലിനൻ തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിന്റെ കളർ വരുന്നത് അക്വാ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിൽ വരുമ്പം ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ നല്ലൊരു ബേർഡ് മോട്ടീവ്സും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ആയിരിക്കും സാരിയിൽ വരുന്നത്. നെക്സ്റ്റ് സാരി, എല്ലാ സാരീസിന്റെയും കളർ പാലറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് കളേഴ്സിലാണ് വരുന്നത് കേട്ടോ. ഇത് വരുന്നത് ഒരു ഗ്രേ ടിൻറ്റഡ് ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ സാരീസിനും റിബൺ ബോർഡർ വരുന്നതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാം. അതല്ല എല്ലാ സാരീസിനും കൂടി ഫുൾ വർക്കിലുള്ള ബ്ലൗസ് മെറ്റീരിയലും അവൈലബിൾ ആണ്.